ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഈ ഒരു അധ്യയന വർഷത്തിലെ +2 സോഷ്യോളജിയുടെ അവസാനത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചധികം വീഡിയോ +2 സോഷ്യോളജിയെ പറ്റി ചെയ്തു. കാരണം ഫസ്റ്റ് എക്സാം ആണ്, നമുക്ക് കുറച്ച് ടൈം കിട്ടി. പക്ഷെ നിങ്ങൾ നല്ല റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് മിസ് ടൈം ഇല്ലാഞ്ഞിട്ടും വീഡിയോസ് ഇട്ടിരുന്നത് കേട്ടോ. അപ്പോൾ മിസ്സിന് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. കാരണം റെക്കോർഡ് ചെയ്യുന്നതായാലും ഈ ടൈപ്പിംഗ് ആയാലും അതുപോലെ തന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. പിന്നെ ക്ലാസ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ടൈമിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും മിസ്സിന്റെ മക്കൾ പറഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യാതിരിക്കാൻ പറ്റില്ല അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 വേർഡ്, അതുപോലെ മാച്ച് ദ ഫോളോയിങ് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ അല്ലേ. ബാക്കിയെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയാണ്, ഷുവറാണ്, നമ്മൾ ഈ വീഡിയോസ് ഇങ്ങനെ ഫോളോ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണ് A+ ഉറപ്പ്, അത്രയും ഉറപ്പാണ്. നിങ്ങൾ എന്തായാലും എക്സാം കഴിഞ്ഞ് വന്നാൽ കമന്റ് ചെയ്യണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അത്രയും ഷുവറാണ്. ഓക്കെ, അപ്പൊ എല്ലാ വീഡിയോസും ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ആണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ അവർ ജസ്റ്റ് ആ വീഡിയോസ് ഒക്കെ ഒന്ന് കാണൂ കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഈ വീഡിയോയിൽ നമ്മൾ എല്ലാം പറയുന്നില്ല. കാരണം മറ്റേ വീഡിയോയിൽ പറയാത്ത കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 1 വേർഡിന്റെ 2 വീഡിയോസും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് കവർ ചെയ്യും കേട്ടോ. അപ്പോൾ 1 വേർഡ് നിങ്ങൾ മൊത്തം കംപ്ലീറ്റ് കവർ ചെയ്യണമെങ്കിൽ 2 വീഡിയോ, ഈ വീഡിയോ പ്ലസ് ഡിസ്ക്രിപ്ഷനിൽ വേറൊരു വീഡിയോയും കൂടെ പിൻ ചെയ്യാം. ഓക്കെ, ആ ഒരു വീഡിയോയും കൂടെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ലാഗ് ഇല്ലാതെ തന്നെ പറഞ്ഞു കേട്ടോ. ഓക്കെ, എന്തായാലും ചാപ്റ്റർ 1 നോക്കാം. ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സോഷ്യൽ മാപ്പ് ആൻഡ് ജിയോഗ്രഫിക്കൽ മാപ്പ്. സാമൂഹിക ഭൂപടവും ഭൂമിശാസ്ത്രപരമായ ഭൂപടവും. അപ്പൊ സാമൂഹിക ഭൂപടം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഒരു വ്യക്തിയുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതാണ് അല്ലേ. ഓക്കെ, അതായത് സൊസൈറ്റിയിൽ ഒരു വ്യക്തിയുടെ പൊസിഷൻ. ഓക്കെ, ഭൂമിശാസ്ത്രപരമായ ഭൂപടം എന്താണ്? ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത് അല്ലേ. ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷന്റെ പൊസിഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത് നോക്കാം, സെൽഫ് റിഫ്ലെക്സിവിറ്റി, ആത്മപ്രതിഫലനം. അതായത് നമ്മൾ എന്താണ്, നമ്മളെ മറ്റുള്ളവരെ കണ്ണിലൂടെ വീക്ഷിക്കുന്നതാണ് എന്ത്, ആത്മപ്രതിഫലനം അല്ലെങ്കിൽ സെൽഫ് റിഫ്ലെക്സിവിറ്റി. നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മറ്റേ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ സ്റ്റേറ്റഡ് ദി ലിങ്ക് ബിറ്റ്വീൻ പേഴ്സണൽ ട്രബിൾ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. വ്യക്തിഗത പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധം എന്നത് ആരുടെ കണ്ടെത്തലാണ്? സി റൈറ്റ് മിൽസ് ആണ് കേട്ടോ. റൈറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, W ആണ്, WRIGHT, സി റൈറ്റ് മിൽസ് ആണ് കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്റർ നോക്കാം, ദ ഡെമോഗ്രഫിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ഈസ് പെർഹാപ്സ് ദ ഫസ്റ്റ് കൺട്രി ടു അനൗൺസ് എ പോപ്പുലേഷൻ പോളിസി ഇൻ 1952. അതായത് 1952 ജനസംഖ്യാ നയം പ്രഖ്യാപിച്ച ആദ്യത്തെ രാജ്യം ഏതാണ്? ഇന്ത്യ ആണ് കേട്ടോ. ഓക്കെ, ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, according to Malthusian theory of population, natural calamities and diseases are known as dash. അതായത് ജനസംഖ്യയെ കുറിച്ചുള്ള മാൽത്തൂസിയൻ സിദ്ധാന്തം അനുസരിച്ച് പ്രകൃതി ദുരന്തങ്ങളും രോഗങ്ങളും എന്താണ് അറിയപ്പെടുന്നത്? അപ്പൊ നമുക്ക് പറയാം, പോസിറ്റീവ് ചെക്സ്, സ്വാഭാവിക നിയന്ത്രണങ്ങളാണ് കേട്ടോ. ഓക്കെ, അതിൽ വരുന്നതാണ് യുദ്ധം, രോഗം, ക്ഷാമൊക്കെ, ഫാമിൻ. ഓക്കെ, അടുത്തത് നമുക്ക് എന്തുണ്ട്? നിവാരണ നിയന്ത്രണങ്ങളുണ്ട്. അതായത് നമ്മൾ വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നത്, സ്വയം ഒരു വ്യക്തി തീരുമാനിക്കുന്നതാണ്. വിവാഹം വൈകിപ്പിക്കുക, ബ്രഹ്മചര്യം, അതൊക്കെ അതിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ജനസംഖ്യ വിസ്ഫോടനം എന്താണ് എന്നുള്ളത്. ബർത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യുക, അതുപോലെ ഡെത്ത് റേറ്റ് ഡിക്രീസ് ചെയ്യുക. അതായത് ജനന നിരക്ക് കൂടുകയും മരണനിരക്ക് കുറയുകയും ചെയ്താൽ എന്തുണ്ടാവും? ജനങ്ങൾ കൂടും. അതിനെയാണ് എന്തെന്ന് പറയാ? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ജനസംഖ്യ വിസ്ഫോടനം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻ എസ്സേ ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ 1798 വാസ് റിട്ടൺ ബൈ. അതായത് ജനസംഖ്യയുടെ തത്വങ്ങളെ കുറിച്ചുള്ള ഒരു ഉപന്യാസം 1798 എഴുതിയത് ആരാണ്? അപ്പൊ നമുക്കറിയാം, തോമസ് റോബർട്ട് മാൽത്തൂസ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 3 ആണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നോക്കാം, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ന്യൂക്ലിയർ ആൻഡ് എക്സ്റ്റെൻഡഡ് ഫാമിലി. അണുകുടുംബവും വിപുലമായ കുടുംബവും കൂട്ടുകുടുംബം. ഓക്കെ, അണുകുടുംബം എങ്ങനെയായിരിക്കും? നമുക്കറിയാം, അമ്മയും അച്ഛനും അതുപോലെ അവരുടെ മക്കളും അടങ്ങുന്നതാണ് എന്ത്? അണുകുടുംബം. ഓക്കെ, ന്യൂക്ലിയർ ഫാമിലി കേട്ടോ. എക്സ്റ്റെൻഡഡ് ഫാമിലി എങ്ങനെയാണ്? 2ലധികം തലമുറകൾ ഒന്നിച്ച് താമസിക്കുന്നതാണ് എന്ത്? കൂട്ടുകുടുംബം അല്ലെങ്കിൽ ഓക്കെ വിപുലമായ കുടുംബം, എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ എനി 2 ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം. ജാതി വ്യവസ്ഥയുടെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്നാമതായിട്ട് ജന്മം കൊണ്ട് നേടുന്നതാണ് എന്ത്? നമ്മൾ ജാതി എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ സ്വഗണ വിവാഹമാണ്. അതുപോലെ എന്തുണ്ട്? ഉപജാതികൾ ഉണ്ടാവും, ജാതിക്ക് കുലത്തൊഴിലുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതുക, ഏത് വേണേലും എഴുതാട്ടോ. നെക്സ്റ്റ് നോക്കാം, റൈറ്റ് എനി 2 പെർമനന്റ് ട്രേറ്റ്സ് ഓഫ് ട്രൈബ്സ്. ഗോത്രങ്ങളുടെ ഏതെങ്കിലും 2 സ്ഥിര സ്വഭാവങ്ങൾ എഴുതാനാണ്
നമുക്ക് എന്ത് പറയാം, പ്രദേശം, ഭാഷ, കായിക സവിശേഷത, പാരിസ്ഥിതിക വാസസ്ഥലം, അതൊക്കെ ഇവിടെ എഴുതാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് സ്കൂൾ ഫോർ ഗേൾസ് വാസ് സ്റ്റാർട്ടഡ് ഇൻ പൂനെ ബൈ, അതായത് പൂനെയിലെ പെൺകുട്ടികൾക്കായിട്ട് ആദ്യ സ്കൂള് ആരംഭിച്ചത് ആരാണ്? സാവിത്രിബായി ഫുലെ ആണ് കേട്ടോ. ഓക്കെ, ദ ഫൗണ്ടർ ഓഫ് സത്യശോധക് സമാജ് ജ്യോതിറാവ് ഫുലെ, ജ്യോതിബ ഫുലെ എന്നും പറയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രൈബ്സ് ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ്, ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ഗോത്രത്തിന്റെ വർഗീകരണം ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇൻഡോ ആര്യൻ, ദ്രാവിഡം, ആസ്ട്രിക്, ടിബറ്റോ ബർമൻ. ഓക്കെ, ഈ 4 കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 4 ആണ് മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ വെൽത്ത് ഓഫ് നേഷൻ ആരുടെയാണ്? ആദം സ്മിത്തിന്റെ, നമുക്കറിയാം അല്ലെ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ ഗുഡ്സ് ദാറ്റ് പീപ്പിൾ ബൈ ആൻഡ് യൂസ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു ദെയർ സ്റ്റാറ്റസ് ഇൻ സൊസൈറ്റി. വിച്ച് ടേം ഈസ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ അബൌട്ട് റിലേഷൻഷിപ്പ്? അതായത് ആളുകൾ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സാധനങ്ങൾ സമൂഹത്തിലെ അവരുടെ നിലയുമായി അടുത്ത ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന പദം സ്റ്റാറ്റസ് സിമ്പിൾ ആണ് കേട്ടോ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ നമ്മളെ സ്റ്റാറ്റസിനെ കാണിക്കുക, സ്റ്റാറ്റസ് സിമ്പിൾ. ഈ പദം ഉപയോഗിച്ചത് ആരാണ്? മാക്സ് വെബർ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ ആന്ത്രോപോളജിസ്റ്റ് ഹു പോയിന്റഡ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റ്. വിപണിയുടെ സാമൂഹ്യ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയ നരവംശ ശാസ്ത്രജ്ഞൻ ആരാണ് എന്നുള്ളതാണ്. ഉത്തരം ആൽഫ്രഡ് ഗെല്ലാണ് കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് നോക്കാം. ആൽഫ്രഡ് ഗെല്ല എന്ന് പറയുന്നത് വീക്ക്ലി മാർക്കറ്റ്, ആഴ്ച ചന്തയാണ് കേട്ടോ. അതുപോലെ ദൊരയാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് നഗരത്താർ വരുന്നത് ഇൻഡിജീനിയസ് ട്രേഡിംഗ് നെറ്റ്വർക്ക്, തദ്ദേശീയ വ്യാപാര ശൃംഖല, ബാങ്കിങ് സിസ്റ്റം, ബാങ്കിങ് സമ്പ്രദായമാണ് കേട്ടോ. മലയാളം ഇവിടെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ബഞ്ചാറാസ് ആണ്, ട്രൈബൽ ഗ്രൂപ്പ്, ട്രേഡ് ഇൻ സോൾട്ട്, ഉപ്പ് വ്യാപാരം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മാക്സ് വെബർ ആണ്, സ്റ്റാറ്റസ് സിമ്പൽ, അതായത് പദവി ചിഹ്നം, ലൈഫ് സ്റ്റൈൽ ആണ്, ജീവിത ശൈലി. ഓക്കെ, നെക്സ്റ്റ് മാർവാരീസ് ആണ്, കൊളോണിയൽ പീരീഡ്, ന്യൂ മെർച്ചന്റ് കമ്മ്യൂണിറ്റീസ് ആണ് കേട്ടോ. മാർവാടികൾ, കൊളോണിയൽ കാലഘട്ടം, പുതിയ വ്യാപാര സമുദായം. ഓക്കെ ആണല്ലോ. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. നമുക്ക് ചാപ്റ്റർ 5 നോക്കാം. പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇനീക്വാളിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻ സോഷ്യോളജി ജെൻഡർ ഇനീക്വാളിറ്റി ഈസ് കൺസിഡേർഡ് ആസ് ഡാഷ്. അതായത് സാമൂഹ്യ ശാസ്ത്രത്തിൽ ലിംഗ അസമത്വം എന്തായിട്ടാണ് കണക്കാക്കുന്നത്? അതായത് സാമൂഹ്യ അസമത്വമാണ് കേട്ടോ, സോഷ്യൽ ഇനീക്വാളിറ്റി ആണ്. ഓക്കെ, നെക്സ്റ്റ്. വാട്ട് വാസ് ദ ഫസ്റ്റ് ലീഗൽ മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ഫോർ പ്രൊട്ടക്ടിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഡിഫറെന്റ്ലി ഏബിൾഡ്. അതായത് ഭിന്നശേഷിക്കാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനായി സർക്കാർ സ്വീകരിച്ച ആദ്യത്തെ നിയമ നടപടി ഏതായിരുന്നു എന്നുള്ളതാണ്. ഡിസബിലിറ്റി ആക്ട് 1995 ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ, ആദ്യത്തെയും രണ്ടാമത്തെയും പിന്നാക്കവർഗ കമ്മീഷൻ ഏതാണ് എന്നുള്ളത്. ഒന്നാമത്തേത് കാക്ക കലേക്കർ കമ്മീഷൻ ആണ്, നേതൃത്വം കാക്ക കലേക്കർ ആയിരുന്നു. രണ്ടാമത്തേത് BP മണ്ഡലിന്റെ നേതൃത്വത്തിലുള്ള മണ്ഡൽ കമ്മീഷൻ. 1ഉം 2ഉം മാറരുത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. ദ ടേം ഹരിജൻ വാസ് പുട്ട് ഫോർവേഡ് ബൈ, അതായത് ഹരിജൻ എന്ന പദം മുന്നോട്ട് വെച്ചത് ഗാന്ധിജിയാണ് കേട്ടോ, മഹാത്മാഗാന്ധി. ഓക്കെ, വിച്ച് ഈസ് ദ സോഷ്യൽ റിഫോം മൂവ്മെന്റ് ഫൗണ്ട് ഇൻ ബംഗാൾ. ബംഗാളിൽ സ്ഥാപിതമായ സാമൂഹിക നവീകരണ പ്രസ്ഥാനം ഏതാണ് എന്നുള്ളതാണ്. അപ്പോ നമുക്കറിയാം ബ്രഹ്മസമാജാണ് കേട്ടോ, ബ്രഹ്മസമാജം. ഓക്കെ, ആരുടെ ആയിരുന്നു അത്? രാജാറാം മോഹൻ റോയുടെ ബ്രഹ്മസമാജാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് ഒരു ടേം എന്ന് പറഞ്ഞാൽ BBR, ബ്രഹ്മസമാജം, ബംഗാള്, രാജാറാം മോഹൻ റോയ്, അതായത് BBR. ഓക്കെ അല്ലേ? ആര്യ സമാജം എവിടെയാണ്? പഞ്ചാബിലാണ് കേട്ടോ. ദയാനന്ദ സരസ്വതിയാണ്. ഓക്കെ, അവിടെ അത് മറക്കരുത്. നെക്സ്റ്റ് ചാപ്റ്റർ 6 ആണ്, ദ ചാലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. അപ്പൊ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നേഷൻ സ്റ്റേറ്റ്, ദേശരാഷ്ട്രം എന്താണ് എന്നുള്ളത്. ഇവിടെ എഴുതേണ്ടത് സ്വന്തമായി ഒരു രാഷ്ട്രമുള്ള സമുദായമാണ് എന്ത്? ദേശങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ് ദേശത്തെയും രാഷ്ട്രത്തെയും ഒരുമിച്ച് ദേശരാഷ്ട്രങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത്? മൈനോറിറ്റി റൈറ്റ്സ് കേട്ടോ. ആർട്ടിക്കിൾ 29ഉം 30ഉം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ 8 ആണ്, സ്ട്രക്ചറൽ ചേഞ്ച്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എലമെന്റ്സ് ഓഫ് ബ്രിട്ടീഷ് കൊളോണിയലിസം ലീവ്സ് ഓൺ ഇൻ കണ്ടംപററി ഇന്ത്യ. ഗീവ് 2 എക്സാമ്പിൾസ് ഫ്രം ദ എക്സ്പീരിയൻസ് ഓഫ് യുവർ ഡെയിലി ലൈഫ്. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ ഘടകങ്ങൾ സമകാലിക ഇന്ത്യയിൽ നിലനിൽക്കുന്നു. നിങ്ങളുടെ ദൈനംദിന ജീവിതാനുഭവത്തിൽ നിന്ന് 2 ഉദാഹരണം. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ബ്രെഡ് ഓംലേറ്റ്. അത് നമുക്ക് എന്തെങ്കിലും എഴുതാം, ഇവിടെ എഴുതാട്ടോ. ബ്രെഡ് ഓംലേറ്റ് നമ്മളെ ഫുഡല്ല. ഓക്കെ, പിന്നെ പല കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ബ്ലേസേഴ്സ് ധരിക്കുന്നത്, കോട്ട് ഇല്ലേ, കോട്ട്. അതുപോലെ തന്നെ എന്താണ് ടൈ യൂസ് ചെയ്യുന്നത്, ജീൻസ്, ഡ്രസ്സിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് എല്ലാം എഴുതാട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
നെയിം എനി 2 പോർട്ട് സിറ്റീസ് ദാറ്റ് എമേർജ്ഡ് ഡ്യൂറിംഗ് ദ കൊളോണിയൽ പീരീഡ്. ഇന്ത്യയിലെ കൊളോണിയൽ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ഏതെങ്കിലും 2 തുറമുഖ നഗരങ്ങൾ. ഒന്നാമതായിട്ട് മദ്രാസ് പറയാം, അതുപോലെ ബോംബെ ഒക്കെ പറയാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. കൾച്ചറൽ ചേഞ്ച് ആണ്. അപ്പോൾ സ്ട്രക്ചറൽ ചേഞ്ച്, ഘടനാപരമായ മാറ്റം എന്താണ്? സ്ട്രക്ചറിന് ചേഞ്ച് വരുമ്പോൾ നമുക്ക് എന്ത് എഴുതാം ഇവിടെ? ഒന്നാമതായിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണവും നഗരവൽക്കരണവും, ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ. ഇനി കൾച്ചറൽ ചേഞ്ചിന് ഉദാഹരണം, സാംസ്കാരിക മാറ്റത്തിന് എങ്ങനെയാണ്? സെക്യുലറൈസേഷൻ, വെസ്റ്റേണൈസേഷൻ, സാൻസ്ക്രിറ്റൈസേഷൻ. നമ്മളെ കൾച്ചറിന്, സംസ്കാരത്തിന് മാറ്റം വരുമ്പോഴാണ് അങ്ങനെ. ഓക്കെ, അത് എഴുതേണ്ടത്. അതുപോലെ നമ്മുടെ സ്ട്രക്ചർ, നമ്മുടെ സൊസൈറ്റിയിലെ സമൂഹത്തിന്റെ സ്ട്രക്ചറിന് മാറ്റം വരുന്നത് എന്തിലെഴുതാം? ഘടനാപരമായ മാറ്റത്തിൽ എഴുതാം. ഓക്കെ, അപ്പൊ അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. MN ശ്രീനിവാസ് എന്താണ്? സാൻസ്ക്രിറ്റൈസേഷൻ, സംസ്കൃതവൽക്കരണമാണ് കേട്ടോ. ഓക്കെ, ജഹനാര ഷാനവാസ് എന്താണ്? മുസ്ലിം സോഷ്യൽ റിഫോമർ ആണ്. ഓക്കെ, മുസ്ലിം സോഷ്യൽ സാമൂഹ്യ പരിഷ്കർത്താവ് കേട്ടോ. നെക്സ്റ്റ് രാജാറാം മോഹൻ റോയ്, ബ്രഹ്മസമാജം. ഓക്കെ, വീരേശലിംഗ എന്താണ്? ദ സോഴ്സസ് ഓഫ് നോളജ് ആണ് കേട്ടോ, അറിവിന്റെ ഉറവിടങ്ങൾ. നെക്സ്റ്റ് എന്താണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്താണ്? അലിഗഡ് മൂവ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, അലിഗഡ് പ്രസ്ഥാനം. ജ്യോതിബ ഫുലെ എന്താണ്? ഫസ്റ്റ് സ്കൂൾ ഫോർ വുമൺ, സ്ത്രീകൾക്കായുള്ള ആദ്യ സ്കൂള്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. MN ശ്രീനിവാസ് വരുന്നത് കൂർഗാണ്, സാൻസ്ക്രിറ്റൈസേഷൻ, അതായത് കൂർഗിനെ പറ്റി പഠനം നടത്തിയിട്ടുണ്ട്. വെസ്റ്റേണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമിറ്റേഷൻ ഓഫ് കൾച്ചർ ആണ് കേട്ടോ. ഓക്കെ, ഗിവൺ അപ്പ് ട്രഡീഷൻ. ക്ലിയർ ആണല്ലോ? മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ ചേഞ്ച് ആണ്, റേഷണലൈസേഷൻ ആണ് കേട്ടോ. ഓക്കെ, ബ്രഹ്മസമാജം എന്താണ്? രാജാറാം മോഹൻ റോയ്, ബംഗാൾ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 10 ആണ്, ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി. അതിലൊരു ക്വസ്റ്റിനേ ഉള്ളൂ, ബാക്കി നമ്മൾ മറ്റു വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. നെയിം ദ പേഴ്സണാലിറ്റി ഹു ഒപ്പീനിയൻ ദാറ്റ് മീഡിയ ടു ഫംഗ്ഷൻ ആസ് ദ വാച്ച് ഡോഗ് ഓഫ് ഡെമോക്രസി. മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ കാവലാളായി വർത്തിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയുള്ള ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. നെക്സ്റ്റ് ചാപ്റ്റർ 11 ആണ്, ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ റൂറൽ സൊസൈറ്റി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൽപ്പാത്തി സിസ്റ്റം, ഹൽപ്പാത്തി വ്യവസ്ഥ എവിടെ നിലനിൽക്കുന്ന അടിമവേലയാണ്? ഗുജറാത്തിലെയാണ് കേട്ടോ. ഗുജറാത്തിലെ അടിമവേലയാണ്. അപ്പോൾ HG എന്ന് ഓർത്ത് വെക്കുക. അതുപോലെ ജീത്ത സിസ്റ്റം കർണാടക ആണ്, അപ്പോൾ JK എന്നും ഓർത്ത് വെക്കുക. ഓക്കെ, എക്സാമ്പിൾസ് ഫോർ ഡോമിനന്റ് കാസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് പ്രബല ജാതിക്ക് ഉദാഹരണം. ഇത് പല ടൈപ്പിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്, മാത്സ് ഫോളോയിങ് പോലെയും അതുപോലെ തെരഞ്ഞെടുത്ത് എഴുതാനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും വലിയ ഡോമിനന്റ് കാസ്റ്റ് അല്ലെങ്കിൽ പ്രബല ജാതി എന്ന് പറയുന്നത് എന്താണ്? യാദവന്മാരാണ് കേട്ടോ. ഈ ഡോമിനന്റ് കാസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സംഖ്യാബലമുണ്ട്, ഭൂസ്വത്തുണ്ട്, സാമ്പത്തിക ശക്തിയുണ്ട്, രാഷ്ട്രീയ ബലമുണ്ട്, അങ്ങനെ എല്ലാത്തിലും ഉയർന്നു നിൽക്കുന്ന ആളുകളാണ്. കർണാടകത്തിലാണെങ്കിൽ വൊക്കലിംഗന്മാർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ആന്ധ്രാപ്രദേശിലാണെങ്കിൽ റെഡ്ഡിമാർ കേട്ടോ. മഹാരാഷ്ട്രയിലാണെങ്കിൽ മറാഠികൾ. ഓക്കെ, അതുപോലെ പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലാണെങ്കിൽ ജാട്ടുകളാണ്. ഗുജറാത്തിലാണെങ്കിൽ പട്ടീദാസ് ആണ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നോക്കാം. ഐഡന്റിഫൈ ദ കോൺസെപ്റ്റ് പ്രൊപ്പോസ്ഡ് ബൈ ജാൻ ബ്രഹ്മൻ ടു റെഫർ ടു ദ മൈഗ്രന്റ് വർക്കേഴ്സ്. കുടിയേറ്റ തൊഴിലാളികളെ പരാമർശിക്കാൻ ജാൻ ബ്രഹ്മൻ നിർദ്ദേശിച്ച ആശയം ഫുഡ് ലോസ് ലേബേഴ്സ് ആണ് കേട്ടോ. അങ്ങനെയാണ് പറഞ്ഞേ, ഫുഡ് ലോസ് ലേബേഴ്സ് എന്ന്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഒരു മാച്ച് ഫോളോയിങ് വരുന്നുണ്ട്. ഡോമിനന്റ് കാസ്റ്റ് ആരുടെയാണ്? MN ശ്രീനിവാസ്. പ്രബല ജാതി നമ്മുടെ MN ശ്രീനിവാസിന്റെ. ഹൽപ്പാത്തി സിസ്റ്റം എവിടെയാണ് വരുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹൽപ്പാത്തി H എന്ന് ആലോചിക്കുമ്പോൾ G ബോണ്ടഡ് ലേബർ ആണ്. ഇവിടെ അത് കൊടുക്കാത്തതുകൊണ്ട് ബോണ്ടഡ് ലേബർ, അടിമവേല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അടുത്ത് നോക്കാം. ലാൻഡ് സീലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ലാൻഡ് റിഫോം ആണ് കേട്ടോ. ഭൂപരിധി നിർണയം ഭൂപരിഷ്കരണത്തിൽ വരുന്നതാണ്. അതുപോലെ ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ഗ്രീൻ റവല്യൂഷൻ ആണ്, ഹരിത വിപ്ലവം. ഓക്കെ, അടുത്തത് ഫുഡ് ലോസ് ലേബർ, ജാൻ ബ്രഹ്മൻ. ഓക്കെ, എങ്ങും നിലയുറയ്ക്കാത്ത തൊഴിലാളികൾ, ജാൻ ബ്രഹ്മൻ ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ ഇത്? ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്റർ 12 നോക്കാം. ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ഔട്ട്സോഴ്സിംഗ്? പുറം പണിക്കാർ എന്നത് എന്താണ് അർത്ഥമാകുന്നത്? അപ്പൊ ഇവിടെ എഴുതേണ്ടത് എന്താണ്? മിക്ക കമ്പനികൾ എന്താണ്? കരാർ അടിസ്ഥാനത്തിലാണ് ഉൽപാദനം നടത്തുന്നത് എന്ന് പറയാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ഒരു കാറ് മാനുഫാക്ചറിങ് കമ്പനി, അതായത് ആ കാറിന്റെ എല്ലാ പാർട്സും ഉണ്ടാക്കുന്നത് ആ കമ്പനിയിലല്ല, ഔട്ട്സോഴ്സിംഗ് ആണ് അവർ കൂടുതലും ചെയ്യുന്നത്. അതായത് ഓരോ പാർട്സും ഓരോ കമ്പനികളെ ഏൽപ്പിക്കും. എന്നിട്ട് എന്താണ് മാനുഫാക്ചറിങ് മൊത്തം മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ എത്തും? നമ്മുടെ ആ എല്ലാ പാർട്സും അസംബിൾ ചെയ്യും. എവിടെ? ആ കമ്പനിയിൽ അസംബിൾ ചെയ്യും. എന്നിട്ട് അവിടുന്ന് ഫിറ്റിംഗ് മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ. പുറത്തുള്ള കമ്പനികളിൽ നിന്നാണ് സഹായം തേടുന്നത്. പല പാർട്സ് നിർമ്മിക്കാൻ പല കമ്പനികൾ, അങ്ങനെ എല്ലാ പാർട്സും കൂടെ ആ ഒരു കമ്പനിയിൽ വെച്ചിട്ട് എന്താണ് മൊത്തം മാനുഫാക്ചർ ചെയ്ത് ഒരു കാറാക്കിയിട്ട് അവർ പുറത്തിറക്കുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്റർ 13 നോക്കാം. ഗ്ലോബലൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. അപ്പോൾ ഒന്നിലധികം രാജ്യങ്ങളിൽ
ചരക്കുകളോ മാർക്കറ്റ് സേവനങ്ങളോ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം ഏതാണ്? അതായത് ദ ടേം യൂസ്ഡ് ടു റെഫർ ദ കമ്പനീസ് ദാറ്റ് പ്രൊഡ്യൂസ് ഗുഡ്സ് ഓർ മാർക്കറ്റ് സർവീസ് ഇൻ മോർ ദാൻ വൺ കൺട്രി. അപ്പോൾ ട്രാൻസ്നേഷണൽ കമ്പനീസ് ആണ് കേട്ടോ. ട്രാൻസ്നേഷണൽ കമ്പനീസ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. ഇവിടെ നമുക്ക് എന്ത് നോക്കാം? മാച്ച് ദ ഫോളോയിങ് നോക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒന്നാമത്തേത് ഇക്കണോമിക് പോളിസി ഓഫ് ലിബറലൈസേഷൻ, സാമ്പത്തിക ഉദാരീകരണ നയം. അത് വരുന്നത് മൂന്നാമത്തെ ബോക്സ് ആണ്. ഓപ്പൺ അപ്പ് ഇന്ത്യൻ ഇക്കണോമി ടു വേൾഡ് മാർക്കറ്റ്, അതായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ലോക വിപണിക്കായി തുറന്നു കൊടുക്കുന്നത്. പിന്നെ വരുന്നത് നാലാമത്തെ ബോക്സ് ആണ് 1990s കേട്ടോ. നെക്സ്റ്റ് ട്രാൻസ്നേഷണൽ കോർപ്പറേഷൻ, ബഹുരാഷ്ട്ര കമ്പനി വരുന്നത് നാലാമത്തെ ബോക്സ് ആണ്. പ്രൊഡ്യൂസ് ഗുഡ്സ് ഇൻ മോർ ദാൻ വൺ കൺട്രി, ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ ഉൽപാദനം നടത്തുന്നു എന്നുള്ളതും അതിന് ഉദാഹരണമായിട്ട് കോൾഗേറ്റ്, പാമോലേവ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഇലക്ട്രോണിക് ഇക്കണോമി, ഇലക്ട്രോണിക് സമ്പദ് വ്യവസ്ഥ വരുന്നത് ഒന്നാമത്തെ ബോക്സ് ആണ്. ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്, ഓക്കെ, അതായത് ഇലക്ട്രോണിക് ആയി ഫണ്ട് കൈമാറ്റം ചെയ്യുന്നത്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ്, സീൽ കേട്ടോ. നെക്സ്റ്റ് വെയ്റ്റ്ലെസ് ഇക്കോണമി ആണ് വരുന്നത്, അഞ്ചാമത്തെ ബോക്സ് ആണ്. പ്രോഡക്ട്സ് ഹാവ് ദെയർ ബേസ് ഇൻ ഇൻഫോർമേഷൻ, അതായത് അറിവിൽ അധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങളാണ്. എക്സാമ്പിൾ ആയിട്ട് ഇവന്റ് മാനേജ്മെന്റ്, ഒന്നാമത്തേത് കേട്ടോ, സീൽ ഒന്നാമത്തേത്. നെക്സ്റ്റ് ഗ്ലോബലൈസേഷൻ ആണ്, രണ്ടാമത്തെ ബോക്സ് ആണ്. മിക്സിംഗ് ഓഫ് ഗ്ലോബൽ വിത്ത് ലോക്കൽ, അതായത് ആഗോളികതയെ പ്രാദേശികതയുമായി സംയോജിപ്പിക്കുന്നത് കേട്ടോ. അതിൽ സി വരുന്നത് ഫോറിൻ ടി വി ചാനൽസ് യൂസ് ഇന്ത്യൻ ലാംഗ്വേജസ്, വിദേശ ടി വി ചാനലുകൾ ഇന്ത്യൻ ഭാഷകൾ ഉപയോഗിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 14 മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഹൂ സ്റ്റാർട്ടഡ് ദ ന്യൂസ് പേപ്പർ സമ്പാദ് കൗമുദി? സമ്പദ് കൗമുദി എന്ന പത്രം ആരംഭിച്ചത് ആരാണ് എന്നുള്ളതാണ്. ഉത്തരം രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 15 ആണ് സോഷ്യൽ മൂവ്മെന്റ്സ്. അതിൽ ഫസ്റ്റ് ഇക്കോളജിക്കൽ മൂവ്മെന്റ്, പാരിസ്ഥിതിക പ്രസ്ഥാനം, ചിപ്കോ പ്രസ്ഥാനമാണ് കേട്ടോ ഉദാഹരണം. അടുത്തത് കാസ്റ്റ് ബേസ്ഡ് മൂവ്മെന്റ്, ജാതി അധിഷ്ഠിത പ്രസ്ഥാനം, ദളിത് മൂവ്മെന്റ് ആണ് കേട്ടോ. ഇനി വർഗ അടിസ്ഥാനത്തിലുള്ള പ്രസ്ഥാനം പെസന്റ് മൂവ്മെന്റ്. പെസന്റ് മൂവ്മെന്റിലൊക്കെ കുറെ വരുന്നുണ്ട്, ബർദോളി സത്യാഗ്രഹം, പിന്നെ ചമ്പാരൻ ഒക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് വുമൺ മൂവ്മെന്റ് AIWC, ഒരു അസോസിയേഷൻ ആണ്. നെക്സ്റ്റ് ട്രൈബൽ മൂവ്മെന്റ്, ജാർഖണ്ഡ് മൂവ്മെന്റ് നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. ഓക്കെ, നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് കൂടെ നോക്കാനുണ്ട്. ചമ്പാരൻ സത്യാഗ്രഹം ആരായിരുന്നു നേതൃത്വം? ഗാന്ധിജി കേട്ടോ. ജ്യോതിബ ഫുലെ എന്താണ്? സത്യശോധക് സമാജം. അടുത്തത് ഗോത്രവർഗ പ്രസ്ഥാനത്തിന് ഉദാഹരണം ജാർഖണ്ഡ് സംസ്ഥാന രൂപീകരണം. നെക്സ്റ്റ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മ സമാജാണ്. പെരിയാറ് EV രാമസ്വാമി നായ്ക്കർ. പരിസ്ഥിതി പ്രസ്ഥാനം ഏതായിരുന്നു? ചിപ്കോ പ്രസ്ഥാനം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ +2 സോഷ്യോളജി. വളരെ എളുപ്പമാണ് അല്ലേ? അപ്പൊ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതണം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സ്കോർ ലഭിക്കുകയും ചെയ്യും. മിസ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും എക്സാം എഴുതുന്ന എല്ലാവർക്കും നന്നായിട്ട് നല്ല സ്കോർ കിട്ടണം എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ റിസൾട്ടിന്റെ കാര്യം ഒന്നും ആലോചിക്കണ്ട കേട്ടോ. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്താവുന്ന ടെൻഷനൊക്കെ വരുന്നത്. അപ്പൊ ഇതൊന്നും ആലോചിക്കണം, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എക്സാം നന്നായിട്ട് കൂളായി പോയിരുന്ന് എക്സാം എഴുതാം. ഓക്കെ, എക്സാം കഴിഞ്ഞ് വന്ന് നമ്മളെ നിങ്ങൾ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും പഠിച്ചത് നന്നായിട്ട് എഴുതാനും പറ്റട്ടെ. എന്തായാലും താങ്ക് യു. മിസ് ഇവിടെ നിർത്തുകയാണ് കേട്ടോ.